ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. ഇന്ന് നമ്മൾ കോൺക്രീറ്റിന്റെ മാനുഫാക്ചർ ആണ് പറയാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? കോൺക്രീറ്റ്, ഫ്രഷ് കോൺക്രീറ്റിന്റെ പ്രോപ്പർട്ടീസും അതിന്റെ ടെസ്റ്റുകളായിരുന്നു. ഇന്ന് നമ്മൾ മാനുഫാക്ചറിങ് ഓഫ് കോൺക്രീറ്റ് ആണ് പറയുന്നത്. അതായത് കോൺക്രീറ്റ് ഉണ്ടാക്കുക, കോൺക്രീറ്റ് മാനുഫാക്ചർ ചെയ്യുക എന്ന് പറയുന്നതിന് ഡിഫറെന്റ് സ്റ്റേജസ് ഉണ്ട്. ഫസ്റ്റ് വൺ പ്രൊപ്പോർഷനിങ് ഓർ ബാച്ചിങ്. ബാച്ചിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നമുക്ക് വേണ്ട മിക്സ് M20, M25, M10, M15 ഇതിൻ്റെയൊക്കെ പ്രൊപ്പോർഷനിങ്ങിന് വ്യത്യാസമുണ്ട് അല്ലേ? ഓരോന്നിൻ്റെയും പ്രൊപ്പോർഷനിങ്ങിന് വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മൾ ആ ഡിസൈഡ് ക്വാണ്ടിറ്റി ഓഫ് കോഴ്സ് അഗ്രിഗേറ്റ്, ഫൈൻ അഗ്രിഗേറ്റ്, സിമെന്റ് ആൻഡ് വാട്ടർ അതൊക്കെ കൃത്യമായിട്ട് എടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബാച്ചിങ് അല്ലെങ്കിൽ പ്രൊപ്പോർഷനിങ് എന്ന് പറയുന്നത്. ദെൻ മിക്സിങ്, യൂണിഫോം ആയിട്ട് അതിനെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഒരു ഹോമോജീനിയസ് മിക്സ്ചർ പ്രിപ്പയർ ചെയ്യുന്നു. ദെൻ അടുത്തത് ട്രാൻസ്പോർട്ടിങ്. നമ്മൾ ആ മിക്സ് ചെയ്ത പ്ലേസിൽ നിന്നും നമ്മൾ അതിനെ ഏത് സ്ഥലത്താണോ നമുക്ക് ആ കോൺക്രീറ്റ് പ്ലേസ് ചെയ്യേണ്ടത് അവിടേക്ക് കൊണ്ടുപോകുന്നു. ദെൻ പ്ലേസിങ്, കോമ്പാക്റ്റിങ്. കോമ്പാക്റ്റിങ് മീൻസ് അതിനകത്ത് ഒരു ഇപ്പം നമ്മൾ പ്ലേസ് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് എയർ കുടുങ്ങിക്കിടക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ നന്നായിട്ട് കോമ്പാക്ഷൻ ചെയ്താൽ മാത്രമേ ആ എയറൊക്കെ എക്സ്പെൽ ഔട്ട് ചെയ്ത് പോകുള്ളൂ. അപ്പോൾ അതിനാണ് നമ്മൾ കോമ്പാക്ഷൻ ചെയ്യുന്നത്. കോമ്പാക്ഷൻ മര്യാദയ്ക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഹണി കോമ്പിങ്ങും അതുപോലെ തന്നെ അതിൻ്റെ സ്ട്രെങ്ത്തിനെയൊക്കെ അത് വളരെയധികം എഫക്റ്റ് ചെയ്യും. ദെൻ ക്യൂറിങ്, ദെൻ ഫിനിഷിങ്. ഓക്കെ, അപ്പം നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ പ്രൊപ്പോർഷനിങ് ഓർ ബാച്ചിങ് ഓഫ് കോൺക്രീറ്റ്. എന്താ ബാച്ചിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ it is the process of selection of relative proportions of cement, sand, coarse aggregate and water so as to obtain a concrete of desired quality. അപ്പോൾ നമുക്ക് ഒരു M20 എന്ന് പറയുന്ന ഒരു മിക്സ്, അത് ആക്ച്വലി എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു? M20 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 20 അതിന്റെ കംപ്രസീവ് സ്ട്രെങ്ത് ആണ് അല്ലേ? അപ്പോൾ നമ്മൾ ഈ ഒരു M20 എന്ന് പറയുന്ന മിക്സ്, M20യുടെ മിക്സ് പ്രൊപ്പോർഷൻ എത്രയാണ്? 1:1.5:3. അപ്പോൾ എന്താണ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇപ്പം നമ്മൾ എടുക്കുന്ന ഇതിനകത്ത് ഒരു ബാഗ് സിമെന്റ് എടുത്താൽ നമ്മൾ അത്രയും അതിന്റെ 1.5 ടൈംസ് ആയിരിക്കണം ഫൈൻ അഗ്രിഗേറ്റ്, അതിന്റെ 3 ടൈംസ്, അതായത് സിമെന്റിന്റെ ക്വാണ്ടിറ്റിയുടെ 3 ടൈംസ് ആയിരിക്കണം കോഴ്സ് അഗ്രിഗേറ്റ്. അങ്ങനെയാണ് നമ്മൾ പ്രൊപ്പോർഷനിങ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ഈ കറക്റ്റ് നമ്മുടെ സിമെന്റിന്റെയും സാൻഡിന്റെയും അഗ്രിഗേറ്റിന്റെ ഒക്കെ ക്വാണ്ടിറ്റി നമ്മൾ എടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബാച്ചിങ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ സാധാരണ വോളിയം ബാച്ചിങ്ങും അതുപോലെ തന്നെ വെയിറ്റ് ബാച്ചിങ്ങും ചെയ്യാറുണ്ട്. ഫോർ ആക്യുറസിക്ക് വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും ചെയ്യുന്നത് വെയിറ്റ് ബാച്ചിങ് ആണ്. ഓക്കെ, ദ പ്രോസസ് ഓഫ് മെഷറിംഗ് കോൺക്രീറ്റ് മിക്സ് ഇൻഗ്രീഡിയൻസ് ഐദർ ബൈ മാസ് ഓർ വോളിയം. ഓക്കെ, അതായത് മാസ് ഓർ വോളിയം ഉദ്ദേശിക്കുന്നത് മാസ് ബാച്ചിങ്ങോ ഓർ വോളിയം ബാച്ചിങ്ങോ, ആൻഡ് ഇൻട്രൊഡ്യൂസിങ് ദം ഇൻ ടു എ മിക്സ്ചർ. നമ്മൾ അതിനെ കറക്റ്റായിട്ട് മെഷർ ചെയ്തെടുക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബാച്ചിങ് എന്ന് പറയുന്നത്. ബാച്ചിങ്ങിന്റെ ഒരു മെയിൻ പ്രിൻസിപ്പിൾ എന്താണ്? നമ്മുടെ കോഴ്സ് അഗ്രിഗേറ്റ് നകത്ത് ഉണ്ടാകുന്ന വോയിഡ്സ്, അതായത് കോഴ്സ് അഗ്രിഗേറ്റ് ഫില്ല് ചെയ്യുമ്പോൾ അതിനകത്ത് ഉണ്ടാകുന്ന വോയിഡ്സ് ഫൈൻ അഗ്രിഗേറ്റ് വെച്ച് ഫില്ല് ചെയ്യണം. ഫൈൻ അഗ്രിഗേറ്റിന്റെ അകത്തുള്ള വോയിഡ്സ് നമ്മുടെ സിമെന്റും വാട്ടറും ഒക്കെ വെച്ചിട്ട് ഫില്ല് ചെയ്യണം. അതാണ് ഈ ബാച്ചിങ്ങിന്റെ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ വോളിയം ബാച്ചിങ്ങും ചെയ്യാറുണ്ട്, വെയിറ്റ് ബാച്ചിങ്ങും ചെയ്യാറുണ്ട്. ഏതൊക്കെയാണ് വോളിയം ബാച്ചിങ്ങും വെയിറ്റ് ബാച്ചിങ്ങും? വോളിയം ബാച്ചിങ് നമ്മൾ സാധാരണ അഡോപ്റ്റ് ചെയ്യുന്നത് ഒരു ചെറിയ വർക്കുകൾക്കൊക്കെയാണ്. ഓക്കെ, ചെറിയ വർക്കുകൾക്കൊക്കെയാണ് നമ്മൾ വോളിയം ബാച്ചിങ് അഡോപ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ഒരു കണ്ടെയ്നറിന്റെ വോളിയം ആദ്യമേ ഫിക്സ് ചെയ്ത് വെക്കും. എന്നിട്ട് ആ കണ്ടെയ്നർ വെച്ചിട്ടായിരിക്കും നമ്മൾ എല്ലാ മെറ്റീരിയലും എടുക്കുന്നത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വലി സിമെന്റ് നമ്മൾ ഒരു ബാഗ് സിമെന്റ് എന്നാണ് എടുക്കാറ്. അത് നമ്മൾ ഒരിക്കലും വെയിറ്റ് നോക്കിയിട്ടോ വോളിയം നോക്കിയിട്ടോ എടുക്കാറില്ല. നമ്മൾ ഒരു ബാഗ് സിമെന്റിന് പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള
ഫൈൻ അഗ്രിഗേറ്റും കോഴ്സ് അഗ്രിഗേറ്റും എന്നുള്ള ആ ഒരു രീതിക്കാണ് നമ്മൾ മെറ്റീരിയൽസ് എടുക്കുന്നത്. അപ്പൊ ഈ ഒരു ബാഗ് സിമെന്റിന്റെ വോളിയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 35 ലിറ്റേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ ആ 35 ലിറ്റേഴ്സ് വോളിയമുള്ള ഒരു കണ്ടെയ്നർ നമ്മൾ ഉണ്ടാക്കും. എന്നിട്ട് ആ 35 ലിറ്റർ കണ്ടെയ്നറിനകത്താണ് ബാക്കി നമ്മൾ മെഷർമെന്റ് എടുക്കുന്നത്. ഓക്കെ, സാധാരണ നമ്മൾ വോളിയം ബാച്ചിങ്ങിന് ഉപയോഗിക്കുന്ന കണ്ടെയ്നർ എന്ന് പറയുന്നത് 35 ലിറ്റർ ആണ്. അതെന്ന് പറയുന്നത് ഒരു ബാഗ് സിമെന്റിന്റെ വോളിയത്തിന് ഈക്വൽ ആണ്. അപ്പൊ നമ്മൾ ഒരു ബാഗ് സിമെന്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞു M20യുടെ പ്രൊപ്പോർഷനിങ് എത്രയാണ്? 1:1.5:3. അപ്പം നമ്മൾ ഒരു ബാഗ് സിമെന്റ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു കണ്ടെയ്നറിനകത്ത് 1.5 ടൈംസ് സാൻഡ് എടുക്കണം, 3 ടൈംസ് കോഴ്സ് അഗ്രിഗേറ്റ് എടുക്കണം. അങ്ങനെയാണ് നമ്മുടെ വോളിയം ബാച്ചിങ്ങിനകത്ത് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ ഇത് ആക്യുറസി കുറവാണ്. കാരണം എന്താണ്? ഈ സാൻഡിനകത്ത് മോയ്സ്ചർ കണ്ടന്റ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അല്ലെ? മോയ്സ്ചർ കണ്ടന്റ് ഉണ്ടായി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ബൾക്കിംഗ് സംഭവിക്കും. അപ്പൊ നമ്മുടെ ഡ്രൈ സാൻഡിന്റെയും വെറ്റ് സാൻഡിന്റെയും വോളിയത്തിൽ വളരെയധികം വ്യത്യാസം ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോ ഈ ബൾക്കിംഗ് സംഭവിക്കുന്നത് കാരണം നമുക്ക് ഈ വോളിയം ബാച്ചിങ് ആക്യുറസി കുറവാണ്. അപ്പോൾ നമ്മൾ സാധാരണ ആക്യുറേറ്റ് ആയിട്ടുള്ള വർക്കുകൾക്കാണ് വെയിറ്റ് ബാച്ചിങ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇതിൽ നമുക്ക് കൃത്യമായിട്ട് വെയിറ്റ് എടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബാച്ചിങ് ചെയ്യുന്നത്. ഓക്കെ, ഇതിനകത്ത് ഒരു യൂണിഫോം പ്രൊപ്പോർഷനിങ് നമുക്ക് കിട്ടും. അടുത്തത് മിക്സ് ഓഫ് കോൺക്രീറ്റ്, മിക്സിംഗ് ഓഫ് കോൺക്രീറ്റ്. അതായത് നമ്മൾ കറക്റ്റ് പ്രൊപ്പോർഷനുള്ള സിമെന്റും സാൻഡും കോഴ്സ് അഗ്രിഗേറ്റും ഒക്കെ നമ്മൾ എടുത്തു, അതിനകത്തോട്ട് വാട്ടറും ആഡ് ചെയ്തു. ഇനി എന്ത് ചെയ്യണം? അതൊരു യൂണിഫോം കളർ കിട്ടുന്നത് വരെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യണം. ഓക്കെ, അപ്പൊ മിക്സിംഗ് ഓഫ് കോൺക്രീറ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മിക്സിംഗ് ഒക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പ്രോപ്പറായിട്ട് മിക്സ് ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും? സെഗ്രിഗേഷൻ സംഭവിക്കും അല്ലെ? അതിനകത്ത് നിന്ന് കോഴ്സ് അഗ്രിഗേറ്റ് ഒക്കെ സെപ്പറേറ്റ് ഔട്ട് ചെയ്ത് പോകാനുള്ള സാധ്യത ഉണ്ടായിരിക്കും. Mixing of the ingredients to get a homogeneous mixture with uniform color and consistency. അതാണ് മിക്സിംഗ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മിക്സിംഗ് നമുക്ക് 3 രീതിയിൽ ചെയ്യാൻ പറ്റും. ഹാൻഡ് മിക്സിംഗ്, ഓക്കെ, ഹാൻഡ് മിക്സിംഗ് യൂസിങ് ഹാൻഡ് ഷവൽസ്. ദെൻ സ്റ്റേഷനറി മിക്സേഴ്സ് നമുക്ക് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ റെഡി മിക്സ്ഡ് കോൺക്രീറ്റ്, RMC, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും RMC എന്ന്. എന്താ RMC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെഡി മിക്സ്ഡ് കോൺക്രീറ്റ്. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഒരു സെൻട്രൽ പ്ലാനിലായിരിക്കും നമ്മൾ കോൺക്രീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. എന്നിട്ട് ആ കോൺക്രീറ്റ് നമ്മൾ നമ്മുടെ സൈറ്റിലേക്ക് കൊണ്ടുവരികയാണ്. ഓക്കെ, അപ്പോ ഇത് സാധാരണ നമ്മൾ ഒരു ട്രാൻസിറ്റ് മിക്സർ ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ കൊണ്ടുവരാം. അല്ലെങ്കിൽ ട്രക്ക് മിക്സ് യൂസ് ചെയ്തിട്ട്, അതായത് നമ്മൾ ട്രക്കിൽ തന്നെ ബാച്ചിങ് നടക്കുന്നത് ഒരു സെൻട്രൽ പ്ലാനിൽ വെച്ചിട്ടായിരിക്കും. ബാച്ചിങ് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ട്രക്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. എന്നിട്ട് അതിൽ വെച്ചിട്ടായിരിക്കും മിക്സിങ് നടക്കുക. എന്നിട്ട് അത് നമ്മൾ സൈറ്റിലേക്ക് കൊണ്ടുപോകും. അപ്പം ഈ ഒരു കണ്ടീഷനിലൊക്കെ എന്താണ് നമുക്ക് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? സെറ്റിംഗ് നടക്കാൻ നോക്കണം അല്ലേ? അപ്പോൾ ഇനീഷ്യൽ സെറ്റിംഗ് ടൈം പ്രൊലോങ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ റിട്ടാർഡിങ് സൂപ്പർ പ്ലാസ്റ്റിസൈസേഴ്സ് ഒക്കെ യൂസ് ചെയ്യാം. പ്ലാസ്റ്റിസൈസേഴ്സ്, സൂപ്പർ പ്ലാസ്റ്റിസൈസേഴ്സ്, റിട്ടാർഡിങ്. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അത് സെറ്റ് ആവാതെ തന്നെ സൈറ്റിലൊക്കെ എത്തിക്കുന്നത്. സ്റ്റേഷനറി മിക്സേഴ്സിൽ ടിൽറ്റിങ്ങും നോൺ ടിൽറ്റിംഗ് ടൈപ്പും വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഓരോന്നൊക്കെ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ നോക്കാം. ഫസ്റ്റ് വൺ, മിക്സിംഗ് വിത്ത് ഹാൻഡ്സ്, ഹാൻഡ് മിക്സിംഗ് എന്ന് പറയാം. ഇവിടെ നമ്മൾ സാധാരണ എങ്ങനെയാണ് മിക്സിംഗ് ചെയ്യാറ്? നമ്മൾ കാണാറുണ്ടല്ലേ, നമ്മളിപ്പോൾ ഇവിടെ ടെസ്റ്റ് ഒക്കെ ചെയ്തപ്പോൾ ഹാൻഡ് മിക്സിംഗ് ആണ് ചെയ്തത്. അതായത് ചെറിയ വർക്കുകൾക്കൊക്കെ നമുക്ക് ഹാൻഡ് മിക്സിംഗ് യൂസ് ചെയ്യാം. പക്ഷെ ഒരുപാട് ക്വാണ്ടിറ്റി ഓഫ് കോൺക്രീറ്റ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹാൻഡ് മിക്സിംഗ് വളരെയധികം ചെലവ് കൂടിയതും വളരെയധികം ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആയിട്ട് വരും. അപ്പോഴാണ് നമ്മൾ മറ്റ് മെക്കാനിക്കൽ മിക്സേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ഹാൻഡ് ഷവൽസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ മിക്സിങ് ചെയ്യുന്നത്. ഒരു ഷവൽ യൂസ് ചെയ്തിട്ട് നമ്മളിങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യുന്നത് കണ്ടിട്ടില്ലേ? അപ്പൊ ഇത് നമ്മൾ മിക്സിങ്ങിന് ശരിക്കും ബാച്ച് ചെയ്തിട്ട് എങ്ങനെയാണുണ്ട്? ഇപ്പം നമ്മൾ ഹാൻഡ് മിക്സിന്റെ കേസ് ആണ് വെച്ചാൽ ആദ്യം നമ്മൾ കോൺക്രീറ്റ് ഇടും, എന്നിട്ട് അതിന്റെ മുകളിലേക്ക് സാൻഡ് ഇടും, എന്നിട്ട് നമ്മൾ
അതിന്റെ മുകളിലേക്ക് സിമെന്റ് ഇടും. എന്നിട്ട് അത് നന്നായിട്ട് ഡ്രൈ മിക്സ് ചെയ്യും അല്ലെ. ഒരു യൂണിഫോം കളർ കിട്ടുന്നതുവരെ ഡ്രൈ മിക്സ് ചെയ്യും. ദെൻ അതിനകത്തോട്ട് വാട്ടർ ഒഴിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് വാട്ടർ ഒഴിച്ചു കഴിഞ്ഞിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യും. ഓക്കെ, ദിസ് ഇസ് ഡൺ ഫോർ ലെസ് ഔട്ട്പുട്ട് ഓഫ് കോൺക്രീറ്റ്. ഇത് കുറച്ച് കോൺക്രീറ്റ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ എന്നുണ്ടെങ്കിലൊക്കെയാണ് നമ്മൾ ഹാൻഡ് മിക്സിങ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് സ്റ്റേഷനറി മിക്സേഴ്സ്. സ്റ്റേഷനറി മിക്സേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജോബ് സൈറ്റിൽ വെച്ചിട്ട് തന്നെ നമ്മൾ മിക്സിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെഷീൻ ടൈപ്പ് മിക്സർ തന്നെയാണ്. Concrete is sometimes mixed at a job site in a stationary mixer having a size of 9 cubic meter. അപ്പോൾ ഇത് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെ ഒരു ഡ്രം ഷേപ്പിലുള്ള ഒരു മിക്സർ, എന്നിട്ട് അതിലൊരു ഇൻക്ലൈൻഡ് ആയിട്ടൊരു ബ്ലേഡ് ഉണ്ടായിരിക്കും. നമ്മൾ അതിനകത്തോട്ട് കോഴ്സ് അഗ്രിഗേറ്റും ഫൈൻ അഗ്രിഗേറ്റും അതുപോലെ തന്നെ വാട്ടറൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതിങ്ങനെ കടന്ന് കറങ്ങുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇതൊരു സ്റ്റേഷനറി ടൈപ്പ് മിക്സറാണ്. അതിനകത്ത് വരുന്നതാണ് ടിൽറ്റിംഗ് ആൻഡ് നോൺ ടിൽറ്റിംഗ് ടൈപ്പ്. ഇതിനകത്ത് ടിൽറ്റിംഗ് ടൈപ്പിനകത്ത് ഇതിങ്ങനെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ കറങ്ങി 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 ടിൽറ്റ് ചെയ്തിട്ട്, അതായത് മിക്സ് ചെയ്യുന്ന സമയത്ത് അതിങ്ങനെ കറങ്ങി കറങ്ങി നമുക്ക് എവിടേക്കാണോ പ്ലേസ് ചെയ്യേണ്ടത് ആ ഭാഗത്തേക്ക് അതിങ്ങനെ വന്ന് വീണോളും അല്ലെ. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ കോണിക്കൽ ഡ്രം വിച്ച് റൊട്ടേറ്റ്സ് ഓൺ ആൻ ഇൻക്ലൈൻഡ് ആക്സിസ്. ഒരു ഇൻക്ലൈൻഡ് ആക്സിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു കോണിക്കൽ ഡ്രം ആണ് ടിൽറ്റിംഗ് ടൈപ്പ് മിക്സർ എന്ന് പറയുന്നത്. ഇതിനൊരൊറ്റ ഓപ്പണിംഗ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ദെൻ നമ്മൾ ഈ ഡ്രമ്മിനകത്തോട്ട് കോഴ്സ് അഗ്രിഗേറ്റും ഫൈൻ അഗ്രിഗേറ്റും ഒക്കെ ഡയറക്റ്റ് ആയിട്ട് ഇടുകയാണ്. ദെൻ അത് എന്ത് ചെയ്യും, മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വേണ്ട സ്ഥലത്തേക്ക് അത് ടിൽറ്റ് ചെയ്തിട്ട് വന്ന് വീണോളും. നമ്മൾ അതിനകത്തൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അതാണ് ടിൽറ്റിംഗ് ടൈപ്പ്. അത് ഓട്ടോമാറ്റിക്കലി ടിൽറ്റ് ചെയ്തിട്ട് നമുക്ക് മിക്സ് പുറത്തേക്ക് ഇട്ട് തരും. നോൺ ടിൽറ്റിംഗ് ടൈപ്പ് മിക്സറിനകത്ത് എന്താ പ്രത്യേകത? ഇതൊരു ഇൻക്ലൈൻഡ് ആക്സിസിലൊന്നും അല്ല കറങ്ങുന്നത്. മിക്സിംഗ് the drum mixing type drum is cylindrical in shape and revolves two horizontal axes. അത് ഒരു ഹൊറിസോണ്ടൽ ആക്സിസിലാണ് അത് കറങ്ങുന്നത്. ഇതിന് രണ്ട് സൈഡിലും ഓപ്പണിംഗ് ഉണ്ട്. ഓക്കെ, അതായത് നമുക്ക് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സൈഡിൽ ഓപ്പണിംഗ് കൊടുത്തിട്ടുണ്ടായിരിക്കും. അതേപോലെ തന്നെ കോൺക്രീറ്റ് മിക്സ് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മറ്റേ സൈഡിൽ, ഓപ്പോസിറ്റ് സൈഡിലുള്ള ഓപ്പണിംഗ് കൂടെയാണ് അത് പുറത്തേക്ക് വീഴുക. നമുക്ക് ഈ ഇൻഗ്രീഡിയൻസ് ചാർജ് ചെയ്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഓപ്പണിംഗ് ഉണ്ട്. അപ്പൊ അതിനകത്തോട്ട് നമ്മളിങ്ങനെ അഗ്രിഗേറ്റ്സും ഫൈൻ അഗ്രിഗേറ്റും കോഴ്സ് അഗ്രിഗേറ്റും വാട്ടറും സിമെന്റും ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഔട്ട്പുട്ട് കിട്ടുന്ന ആ സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്യും, അതായത് കോൺക്രീറ്റ് മിക്സ് ചെയ്ത് വരുന്ന സ്ഥലത്ത് ഒരു ചൂട്ട് പോലെയുള്ള എന്തെങ്കിലും ഘടിപ്പിച്ചിട്ടാണ് നമ്മൾ ആ മിക്സ് പുറത്തേക്ക് എടുക്കുന്നത്. അതായത് ഒരു പൈപ്പ് പോലെ, അതായത് കോൺക്രീറ്റിന് ഇങ്ങനെ പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം. അതാണ് ഒരു ചൂട്ടിന്റെ ഒരു സ്ട്രക്ചറാണത്. ഒരു പൈപ്പ് പോലത്തെ ഒരു സാധനമാണ്. അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ അതിനെ പുറത്തേക്ക് എടുക്കുകയാണ്. അല്ലാണ്ട് ഇതായിട്ട് ചെരിച്ച് നമുക്ക് പുറത്തേക്ക് കോൺക്രീറ്റ് ഇട്ട് തരില്ല. അപ്പൊ നമ്മൾ ചൂട്ട് യൂസ് ചെയ്തിട്ടാണ് അതിനെ പുറത്തേക്ക് എടുക്കുന്നത്. ഫോർ ഡിസ്ചാർജിങ് കോൺക്രീറ്റ് ചൂട്ട് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ടു അതർ ഓപ്പണിംഗ് ബൈ ഓപ്പറേറ്റിംഗ് എ ലിവർ. ഓക്കെ, അടുത്തത് റെഡി മിക്സ്ഡ് കോൺക്രീറ്റ്. റെഡി മിക്സ്ഡ് കോൺക്രീറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമുക്ക് കോൺക്രീറ്റ് സൈറ്റിലേക്ക് മിക്സ് ചെയ്തിട്ട് കൊണ്ടുവരും അല്ലേ. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റെഡി മിക്സ്ഡ് കോൺക്രീറ്റ്. ഇവിടെ നമ്മൾ പ്രൊജക്ട് സൈറ്റിൽ വെച്ചിട്ടല്ല മിക്സിങ് നടക്കുന്നത്. ഏതെങ്കിലും ഒരു സെൻട്രൽ പ്ലാന്റിൽ വെച്ചിട്ടൊക്കെ ആയിരിക്കും മിക്സിങ് നടക്കുന്നുണ്ടാവുക. അപ്പോൾ ഇത് നമ്മുടെ സൈറ്റിലേക്ക് ഡെലിവർ ചെയ്യുന്ന സമയത്ത് ഫ്രഷ് കോൺക്രീറ്റിന്റെ എല്ലാ പ്രോപ്പർട്ടീസും ഇതിനുണ്ടായിരിക്കും. നമ്മൾ സെറ്റിംഗ് ടൈം പ്രൊലോങ്ങേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ അതിനകത്തോട്ട് ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. പ്ലാസ്റ്റിസൈസേഴ്സ്, റിട്ടാർഡേഴ്സ് ഒക്കെ നമുക്ക് ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതിന് ഇനീഷ്യൽ സെറ്റിംഗ് ടൈം നമുക്ക് വളരെയധികം ഇൻക്രീസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ഇങ്ങനെ വലിയൊരു ലോറി പോലെ ഉള്ളൊരു ഇതിൽ നമ്മൾ ഇങ്ങനെ ഒരു ഡ്രം ഷേപ്പ്, ഒരു ഡ്രം ഇങ്ങനെ കിടന്ന് കറങ്ങുന്നത് കണ്ടിട്ടില്ലേ, ഒരു ആക്സിസിൽ ഇങ്ങനെ കിടന്ന് കറങ്ങുന്നത് കണ്ടിട്ടില്ലേ. ഇതൊക്കെ റെഡി മിക്സ്ഡ് കോൺക്രീറ്റ് സെൻട്രൽ പ്ലാന്റിൽ നിന്നും നമ്മുടെ വർക്ക് സൈറ്റിലേക്ക് എത്തിക്കുന്നതാണ്. അപ്പൊ എല്ലാവരും ഇപ്പൊ നമുക്ക് സുലഭമായിട്ട് കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയാണത് അല്ലേ. വളരെയധികം നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും. വലിയ കൺസ്ട്രക്ഷൻ ഒക്കെയാണ്
അത് നമുക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യമുള്ള ഒരു വീടിന്റെ കൺസ്ട്രക്ഷൻ ഒന്നും നമ്മൾ അതിങ്ങനെ യൂസ് ചെയ്യാറില്ല. പക്ഷെ നമുക്ക് എന്നാൽ തന്നെ റോഡിൽ കൂടെ പോകുമ്പോൾ സാധാരണ നമുക്ക് കാണാറുണ്ട്. ഓക്കെ, അതിനാണ് ട്രാൻസിറ്റ് ടൈപ്പ് ഡ്രം മിക്സർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ട് ടൈപ്പ് ഉണ്ട് ആക്ച്വലി. സെൻട്രൽ മിക്സ്ഡ് കോൺക്രീറ്റ് ഉണ്ട്, ട്രക്ക് മിക്സ്ഡ് കോൺക്രീറ്റ് ഉണ്ട്. സെൻട്രൽ മിക്സ്ഡ് കോൺക്രീറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സെൻട്രൽ പ്ലാന്റിൽ വെച്ചിട്ടായിരിക്കും നമ്മൾ മിക്സിങ് ചെയ്യുക. അതായത് ബാച്ചിങ്ങും അതുപോലെ മിക്സിങ്ങും ഒരു പ്ലാന്റിൽ വെച്ച് ചെയ്തിട്ട് ആ കോൺക്രീറ്റ് നമ്മൾ ഒരു ട്രാൻസിറ്റ് ഡ്രമ്മിലേക്ക് ഫീഡ് ചെയ്യും. എന്നിട്ട് പിന്നെ നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് പ്രോപ്പറായിട്ട് അതിങ്ങനെ മിക്സ് ചെയ്യുന്നുണ്ടായിരിക്കും. എന്നിട്ട് നമ്മൾ സൈറ്റിലേക്ക് അത് ഡെലിവർ ചെയ്യും. അതിനടുത്ത ട്രക്ക് മിക്സ്ഡ് കോൺക്രീറ്റ്. ട്രക്ക് മിക്സ്ഡ് കോൺക്രീറ്റിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രക്കിൽ വെച്ചിട്ടാണ് നമ്മൾ മിക്സിങ് നടത്തുന്നത്. മറ്റത് ബാച്ചിങ്ങും മിക്സിങ്ങും സെൻട്രൽ പ്ലാന്റിൽ വെച്ചിട്ട് കോൺക്രീറ്റ് ആയിട്ടാണ് നമ്മൾ അത് കൊണ്ടുവരുന്നത്. ഇവിടെ നമ്മൾ ബാച്ചിങ് ചെയ്യുന്നത് എവിടെ വെച്ചിട്ടാണ്? ട്രക്കിൽ വെച്ചിട്ട് തന്നെയാണ്. അപ്പൊ ട്രക്കിലേക്കാണ് നമ്മൾ കോൺക്രീറ്റും അതുപോലെ എല്ലാ കോൺക്രീറ്റ് അല്ല, നമ്മുടെ കോഴ്സ് അഗ്രിഗേറ്റും പൈൻ അഗ്രിഗേറ്റും സിമെന്റും സാൻഡും ഒക്കെ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ട്രക്കിൽ വെച്ചിട്ടാണ് മിക്സിങ് നടക്കുന്നത്. ഓക്കെ, ചിലപ്പോൾ നമ്മൾ ഡെലിവറി ചെയ്യണതിന്റെ തൊട്ട് മുന്നേ ആയിരിക്കും മിക്സിങ് ചെയ്യുന്നത്. ഓക്കെ, അതായത് നമ്മുടെ ഡെലിവറി ചെയ്യേണ്ട പോയിന്റിലേക്ക് എത്തുന്നതിന്റെ തൊട്ട് മുന്നേ വെച്ചിട്ട് നമുക്ക് മിക്സിങ് സ്റ്റാർട്ട് ചെയ്താൽ മതിയായിരിക്കും. അപ്പോൾ അങ്ങനെ രണ്ട് ടൈപ്പിൽ നമുക്ക് കോൺക്രീറ്റ് ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റും. Central mixed concrete, mixed completely in a stationary mixer, delivered in an agitated truck and non-agitating truck. അതായത് അജിറ്റേറ്റിംഗ് ട്രക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക, അതിനാണ് അജിറ്റേറ്റർ ട്രക്ക് എന്ന് പറയുന്നത്. നോൺ അജിറ്റേറ്റിംഗ് ട്രക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലതിനകത്ത് അജിറ്റേറ്റിംഗ് പ്രോസസ്സ് നടക്കുന്നുണ്ടായിരിക്കില്ല, പക്ഷെ പ്രോപ്പർ ആയിട്ട് അത് നമുക്ക് സൈക്കിളിലേക്ക് എത്തുമ്പോഴേക്കും അത് റീമിക്സ് ചെയ്തിട്ട് അവർ ഡെലിവറി ചെയ്യും. ഓക്കെ, ദെൻ ട്രക്ക് മിക്സ്ഡ് കോൺക്രീറ്റ്. ട്രക്ക് മിക്സ്ഡ് കോൺക്രീറ്റ് ആണ് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മൾ ബാച്ചിങ് ചെയ്തിട്ട് ആ നമ്മുടെ കോസഗ്രേറ്റ് ഫൈനഗ്രേറ്റ് സിമെന്റ് സാൻഡൊക്കെ ഇതിനകത്തോട്ട് ഇടും, ഈ ഒരു ഡ്രമ്മിനകത്തോട്ട് ഇടും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആ ഡ്രമ്മിനകത്ത് വെച്ചിട്ടാണ് മിക്സിങ് നടത്തുക. മറ്റത് കംപ്ലീറ്റ് പ്രൊസീജിയർ സെൻട്രൽ പ്ലാന്റിൽ വെച്ചിട്ടാണ് നടത്തുക. Production of concrete at job site, combined materials transported and batching and mixing system. ഇതൊരു വൺ മാൻ ഓപ്പറേഷൻ ആണ്. അതായത് ഒറ്റ ആളാണ് ഇതെല്ലാം ചെയ്യുന്നത്. അടുത്തതാണ് ട്രാൻസ്പോർട്ടിംഗ് ആൻഡ് പ്ലേസിംഗ്. ട്രാൻസ്പോർട്ടിംഗ് ആൻഡ് പ്ലേസിംഗിന് നമ്മൾ സാധാരണ കൺവെൻഷണൽ ആയിട്ട് ഉപയോഗിക്കുന്ന സിസ്റ്റമാണ് മോട്ടാർ പാൻ. അതായത് നിങ്ങൾ ഇങ്ങനെ കണ്ടിട്ടില്ലേ ജോബ് സൈറ്റിനകത്ത് അതായത് ആ ഒരു സിംഗിൾ ജോബ് സൈറ്റിൽ തന്നെ നമ്മൾ മിക്സ് പ്രിപ്പയർ ചെയ്യുന്നത് ഒരു സ്ഥലത്തും അത് പ്ലേസ് ചെയ്യേണ്ടത് വേറൊരു സ്ഥലത്തുമായിരിക്കും. അപ്പോൾ ആ മിക്സ് ചെയ്യുന്ന സ്ഥലത്ത് നിന്നും പ്ലേസ് ചെയ്യേണ്ട സ്ഥലത്തിലേക്ക് നമ്മൾ ആ കോൺക്രീറ്റിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഈ സിമെന്റ് ജട്ടി ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് ഇങ്ങനെ പോകുന്നത് കണ്ടിട്ടില്ലേ? നമ്മൾ 2-3 ആൾക്കാർ ചേർന്നിട്ട് അവരിങ്ങനെ ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. സാധാരണ അവിടെ നിന്ന് നടന്നു കൊണ്ടുപോയി കൊടുത്താലും മതി. വാട്ട് എവർ ഇറ്റ് ഈസ്, നമ്മൾ ഒരു മോട്ടാർ പാനിൽ കോൺക്രീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ്സാണ് മോട്ടാർ പാൻ യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നത്. ഞാൻ അടുത്തത് വീൽ ബാരോ ആൻഡ് ബഗ്ഗീസ്. വീൽ ബാരോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? വീൽ ബാരോ എല്ലാവർക്കും പരിചയമുള്ളതാണ് അല്ലേ? നമ്മളിതിന് എന്താ പറയാ? ഓരോരുത്തരും ഒരു നാട്ടിൽ ഞങ്ങൾ നാട്ടിൽ അർബാന എന്ന് പറയും ഈ സാധനത്തിന്. അപ്പം ഇങ്ങനെ ഉള്ളൊരു വീൽ ബാരോയ്ക്കകത്ത് നമ്മൾ കോൺക്രീറ്റ് മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ ഉന്തി കൊണ്ടുപോകും. എന്നിട്ട് നമുക്ക് എവിടെയാണ് പ്ലേസ് ചെയ്യേണ്ടത് അവിടേക്ക് അത് പ്ലേസ് ചെയ്യും. ഓക്കെ, അതാണ് വീൽ ബാരോ സിസ്റ്റം. ഇതിനടുത്തതാണ് ബെൽറ്റ് കൺവേയേഴ്സ്. ബെൽറ്റ് കൺവേയേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്മൾ കോൺക്രീറ്റ് മിക്സ് ചെയ്ത സ്ഥലത്ത് നിന്നും പ്ലേസ് ചെയ്യേണ്ട സ്ഥലം കുറച്ച് ദൂരെയാണെന്ന് വിചാരിക്കുക. അപ്പൊ നമുക്ക് വീൽ ബാരോ സിസ്റ്റംസ് യൂസ് ചെയ്യാം, ബെൽറ്റ് കൺവേയേഴ്സ് യൂസ് ചെയ്യാം. ബെൽറ്റ് കൺവേയേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സാധാരണ എയർപോർട്ടിലൊക്കെ ചെല്ലുമ്പോൾ നിങ്ങളിങ്ങനെ ചെക്കിങ്ങിനൊക്കെ നമ്മുടെ ലഗേജ് ഒക്കെ ഇങ്ങനെ നീങ്ങി പോകുന്നുണ്ടല്ലോ ഒരു ബെൽറ്റിൽ കൂടെ. അതിനാണ് ബെൽറ്റ് കൺവേയേഴ്സ് എന്ന് പറയുന്നത്. ആ ബെൽറ്റിന്റെ മുകളിൽ കൂടെയാണ് നമ്മുടെ ഇങ്ങനെ ലഗേജ് ഒക്കെ ഇങ്ങനെ നീങ്ങി പോകുന്നത്. അതേപോലെ തന്നെ ഇവിടെ ഒരു ബെൽറ്റ് കൺവെയർ യൂസ് ചെയ്തിട്ടാണ്, അതായത് അതിന്റെ മുകളിൽ കൂടെ ആയിരിക്കും
എന്ത് പോകുന്നുണ്ടാവുക, കോൺക്രീറ്റ് ഇങ്ങനെ പോയിട്ടുണ്ടാവുക. എന്നിട്ട് നമ്മുടെ ഒറിജിനിൽ നിന്ന് ഡെസ്റ്റിനേഷനിലേക്ക് അത് എത്തിക്കും. അപ്പോൾ ഒരുപാട് ദൂരം ഉണ്ടെങ്കിലാണ് നമ്മൾ സാധാരണ ബെൽറ്റ് കൺവേയേഴ്സ് യൂസ് ചെയ്യുക. പക്ഷെ അത് അത്ര നല്ല സിസ്റ്റം അല്ല. കാരണം കുറച്ചധികം ദൂരം ഉണ്ടാകുന്നത് കാരണം നമുക്ക് ആ കോൺക്രീറ്റിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്, സെറ്റ് ചെയ്യാനൊക്കെ തുടങ്ങാനൊക്കെ. കാരണം ആ ഒരു ബെൽറ്റ് കൺവേയർ കൂടെ അതിങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനകത്ത് വാട്ടറൊക്കെ അതിനകത്ത് അബ്സോർപ്ഷൻ സംഭവിക്കാനൊക്കെയുള്ള സാധ്യതയുണ്ട്. അടുത്തതാണ് ക്രെയിൻ ആൻഡ് ബക്കറ്റ്സ്. അപ്പൊ എല്ലാവരും ക്രെയിൻ ആൻഡ് ബക്കറ്റ്സ് കണ്ടിട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ ഗ്രൗണ്ട് ലെവലിന് മുകളിലുള്ള ഒരു കൺസ്ട്രക്ഷൻ നടത്തുകയാണെന്ന് വെച്ചാൽ അവിടേക്ക് കോൺക്രീറ്റ് ഈസി ആയിട്ട് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ക്രെയിൻസ് ആൻഡ് ബക്കറ്റ്സ് യൂസ് ചെയ്യുന്നത്. ട്രാൻസ്പോർട്ടിങ് ദ കോൺക്രീറ്റ് അബൌവ് ദ ഗ്രൗണ്ട് ലെവൽ, അതായത് ഒരുപാട് ഫ്ലോറുള്ള ബിൽഡിങ്ങുകൾക്കൊക്കെ മുകളിലേക്ക് കോൺക്രീറ്റ് എത്തിക്കുന്നതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ക്രെയിൻ ആൻഡ് ബക്കറ്റ്സ്. അടുത്തത് പമ്പിങ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കോൺക്രീറ്റ് പമ്പുകൾ യൂസ് ചെയ്തിട്ട് കോൺക്രീറ്റിനെ നമ്മുടെ വിവിധ സ്ഥലങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. അപ്പൊ ഈ കോൺക്രീറ്റ് പമ്പ് ആക്ച്വലി ഒരു 2 സ്ട്രോക്ക് എഞ്ചിൻ പോലെയാണ് ആക്ട് ചെയ്യുന്നത്. അതായത് അവിടെ ഒരു സക്ഷൻ കൊടുക്കുമ്പോൾ നമ്മുടെ ഈ ഒരു ഔട്ട്ലെറ്റ് വാൾവ് ഉണ്ട്, അത് ഓപ്പൺ ആയിട്ട് കോൺക്രീറ്റ് പുറത്തേക്ക് പോവുകയാണ് സക്ഷന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു 2 സ്ട്രോക്ക് എഞ്ചിൻ പോലെയാണ് ആക്ച്വലി പമ്പിങ് കോൺക്രീറ്റ് വർക്ക് ചെയ്യുന്നത്. യൂസിങ് പമ്പ്സ് എന്ന് എഴുതിയാൽ മതി. നിങ്ങൾ പമ്പുകൾ യൂസ് ചെയ്തിട്ട് നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കോൺക്രീറ്റ് എത്തിക്കുന്നത്. സ്വാഭാവികമായിട്ടത് നമ്മൾ എവിടെയാണോ പ്ലേസ് ചെയ്യേണ്ടത് അവിടേക്ക് കോൺക്രീറ്റ് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, ദെൻ ട്രാൻസിറ്റ് മിക്സർ. അപ്പൊ ട്രാൻസിറ്റ് മിക്സർ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിങ്ങനെ 2 ടൈപ്പ് ഉണ്ട്. ഒന്നില്ലെങ്കിൽ കോൺക്രീറ്റ് നമ്മൾ സെൻട്രൽ പ്ലാന്റിൽ നിന്നും കോൺക്രീറ്റ് ആയിട്ട് തന്നെ സൈറ്റിലേക്ക് കൊണ്ടുപോകുന്നു, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ ബാച്ചിങ് നടത്തിയിട്ടുണ്ടായിരിക്കും, എന്നിട്ട് മിക്സിങ് ട്രാൻസിറ്റ് മിക്സറിൽ വെച്ചിട്ടായിരിക്കും നടത്തുന്നുണ്ടാവുക, ട്രക്ക് മിക്സറിലൊക്കെ വെച്ചിട്ട്. അപ്പൊ ഇതിനകത്ത് നമ്മളൊരു ഇൻക്ലൈൻഡ് ആക്സിലായിരിക്കും ഇത് ഉണ്ടാവുക. ഇതിന് ഒരു ഡ്രം നമ്മുടെ ഒരു വെഹിക്കിളിനോട് അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. എന്നിട്ട് ഈ ഡ്രം ഇങ്ങനെ കിടന്ന് കറങ്ങുന്നുണ്ടായിരിക്കും ഒരു 2 to 3 RPM-ലൊക്കെ. അത് ഒരു മിനിറ്റിൽ ഒരു 2 തവണയോ 3 തവണയൊക്കെ ഇത് എന്ത് ചെയ്യും, റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ പ്രോപ്പറായിട്ട് അത് സെറ്റ് ആവാതെ ഇങ്ങനെ മിക്സിങ് കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കും. ഓക്കെ, അതാണ് ട്രാൻസിറ്റ് മിക്സർ എന്ന് പറയുന്നത്. എന്നിട്ട് അത് നമ്മൾ എവിടെയാണോ വേണ്ടത് നമ്മുടെ ജോബ് സൈറ്റിലേക്ക് കൊണ്ടുപോകും. എന്നിട്ട് അവിടെ നിന്ന് അത് നമ്മൾ പ്ലേസ് ചെയ്യേണ്ട സ്ഥലത്തേക്ക് പ്ലേസ്. ട്രാൻസ്പോർട്ടിങ് ഓവർ എ ലോങ് ഡിസ്റ്റൻസ് ഫോർ റെഡി മിക്സ്ഡ് കോൺക്രീറ്റ്. റെഡി മിക്സ്ഡ് കോൺക്രീറ്റിനാണ് നമ്മൾ സാധാരണ ട്രാൻസിറ്റ് മിക്സർ യൂസ് ചെയ്യാറ്. നമ്മുടെ പ്ലാന്റും അതുപോലെ തന്നെ സൈറ്റും ഒരുപാട് ലോങ് ഡിസ്റ്റൻസിലേക്കാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രാൻസിറ്റ് മിക്സർ ആണ് നമ്മൾ നേരത്തെ കണ്ടത്. അടുത്തത് കോമ്പാക്ഷൻ ഓഫ് കോൺക്രീറ്റ്. എന്താ കോമ്പാക്ഷൻ ഓഫ് കോൺക്രീറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞു പ്രോപ്പർ കോമ്പാക്ഷൻ സംഭവിച്ചില്ലെങ്കിൽ അവിടെ ഹണി കോമ്പിങ് ഉണ്ടാവും, അതിന്റെ സ്ട്രെങ്ത്തിനൊക്കെ എഫക്ട് ചെയ്യുന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ നമ്മൾ കോമ്പാക്ഷൻ ചെയ്യുമ്പോൾ, അതായത് നമ്മൾ കോമ്പാക്ഷൻ ചെയ്യുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ, നമ്മൾ എല്ലാ കാര്യങ്ങളിലും കോമ്പാക്ഷൻ ചെയ്യുന്നുണ്ട്. കോൺക്രീറ്റ് നിങ്ങൾ ഈ കോമ്പാക്ഷൻ ഫാക്ടർ ചെയ്തപ്പോഴും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, നല്ല ഫുള്ളി കോമ്പാക്റ്റഡ് ആയിട്ടുള്ളൊരു മിക്സ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു റോഡ് യൂസ് ചെയ്തിട്ട് നന്നായിട്ട് അതിനെ കോമ്പാക്ട് ചെയ്തു. ഈ കോമ്പാക്ഷൻ ചെയ്യുമ്പോൾ ആക്ച്വലി എന്താ സംഭവിക്കുന്നത്, നമ്മൾ ഇപ്പൊ ഈ കോൺക്രീറ്റ് പ്ലേസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ അധികം ഹൈറ്റിൽ നിന്നല്ല, ഒരു ചെറിയ ഹൈറ്റിൽ നിന്നാണ് അത് പ്ലേസ് ചെയ്യുന്നത് അല്ലെ. അപ്പോൾ അതിനകത്തോട്ട് ഒരുപാട് എയർ എൻട്രാപ്ഡ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഈ എയറിനെ എക്സ്പെൽ ഔട്ട് ചെയ്ത് കളയാന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് നമ്മൾ കോമ്പാക്ഷൻ ചെയ്യുന്നത്. 1% എയർ ഒരു കോൺക്രീറ്റിനകത്തുണ്ടെങ്കിൽ അതിന്റെ 6% സ്ട്രെങ്ത് റെഡ്യൂസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ എയർ എക്സ്പെൽ ഔട്ട് ചെയ്ത് കളയുക എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ നമ്മൾ ഒത്തിരി നന്നായിട്ട് കോമ്പാക്ഷൻ കൊടുക്കാത്തൊരു സ്ട്രക്ചറിന്റെ സ്ട്രെങ്തിനെ അത് വളരെയധികം എഫക്റ്റ് ചെയ്യും. ഓക്കെ, അത് ഹണി കോമ്പിങ് ആയിട്ടുള്ളൊരു മിക്സ്ചർ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. If we don't expel this air, it will result into honeycombing and reduces the strength. ഓക്കെ, പ്രോപ്പറായിട്ട് കോമ്പാക്ഷൻ ചെയ്താൽ മാത്രമേ നമുക്ക് ഡിസൈഡ് ആയിട്ടുള്ള സ്ട്രെങ്ത് ആ കോൺക്രീറ്റ് മിക്സ് കൊണ്ട് അറ്റൈൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്നത് ഏത് ടൈപ്പ് കോൺക്രീറ്റ് ആയാലും അതിന്റെ M20 ആണെന്ന് ആ 20 നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് കോമ്പാക്ഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ കോമ്പാക്ഷന്റെ കുറച്ച് മെത്തേഡുകളാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്.
ഹാൻഡ് കോമ്പാക്ഷനും ഉണ്ട്, അതുപോലെ തന്നെ കോമ്പാക്ഷൻ യൂസിങ് വൈബ്രേറ്റേഴ്സും ഉണ്ട്. ഹാൻഡ് കോമ്പാക്ഷനകത്ത് റോഡിങ്, റാമിങ് ആൻഡ് ടാമ്പിങ് ആണ് വരുന്നത്. കോമ്പാക്ഷൻ വൈബ്രേറ്റർ അകത്ത് ഇന്റേണൽ വൈബ്രേറ്റർ ഉണ്ട്, ഫോം വർക്ക് വൈബ്രേറ്റർ ഉണ്ട്, ടേബിൾ വൈബ്രേറ്റർ ഉണ്ട്, പ്ലാറ്റ്ഫോം വൈബ്രേറ്റർ ഉണ്ട്, സർഫസ് വൈബ്രേറ്റർ ഉണ്ട്. ഫോം വർക്ക് വൈബ്രേറ്റർ ആണ് നമ്മുടെ എക്സ്റ്റേണൽ വൈബ്രേറ്റർ എന്ന് പറയുന്നത് കേട്ടോ. ഫസ്റ്റ് വൺ റോഡിങ്. അപ്പോൾ ഈ റോഡിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാൻഡ് കോമ്പാക്ഷനകത്ത് വരുന്നതാണ് റോഡിങ്. റോഡിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഒരു റോഡ് യൂസ് ചെയ്തിട്ട് കോമ്പാക്ഷൻ ചെയ്യുന്നു. നിങ്ങൾ സൈറ്റുകളിലൊക്കെ കണ്ടിട്ടില്ലേ കോമ്പാക്ഷൻ യൂസിങ് റോഡ് ഒരു സ്റ്റീൽ റോഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ കോമ്പാക്ഷൻ ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ റോഡിങ് എന്ന് പറയുന്നത്. റാമിങ് നമ്മൾ ചെയ്യുന്നത് ഒരു ഡെൻസ് ആയിട്ടുള്ള ഒരു കോൺക്രീറ്റ് ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ റാമറിന് ഭയങ്കര വെയിറ്റ് ആണ്. അപ്പോൾ ഈ വെയിറ്റ് കാരണം ഇപ്പൊ നമ്മൾ റെയിൻഫോഴ്സ്ഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറിനകത്താണ്, അതായത് റെയിൻഫോഴ്സ്ഡ് കോൺക്രീറ്റിനകത്താണ് നമ്മൾ റാമിങ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ റെയിൻഫോഴ്സ്മെന്റ് പൊസിഷനും അതിന്റെ അലൈൻമെന്റും ഒക്കെ ചേഞ്ച് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ സാധാരണ റാമിങ് യൂസ് ചെയ്യുന്നത് അൺറെയിൻഫോഴ്സ്ഡ് സ്ട്രക്ചേഴ്സിനാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ടാമ്പിങ്. ടാമ്പിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വലി അതൊരു വുഡൻ ബ്ലോക്കാണ്. ആ വുഡൻ ബ്ലോക്കിന്റെ മുകളിൽ നമ്മളൊരു വെർട്ടിക്കൽ ബ്ലോക്ക് വെച്ചിട്ട് ഇങ്ങനെ റാമിങ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. അപ്പം ഇവിടെ തിക്നെസ് ഓഫ് കോൺക്രീറ്റ് വളരെ കുറവാണെങ്കിൽ മാത്രമേ നമുക്ക് റാമിങ് ചെയ്യാൻ പറ്റുള്ളൂ, കാരണം അതിന് അത്ര എഫക്റ്റീവ് ഉള്ളൂ. അടുത്തതാണ് നമ്മുടെ വൈബ്രേറ്റേഴ്സ്. ഫസ്റ്റ് വൺ ഇന്റേണൽ വൈബ്രേറ്റർ. ഇന്റേണൽ വൈബ്രേറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഹാൻഡി ആയിട്ടുള്ള ഒരു എക്യുപ്മെന്റ് ആണ്. നമുക്ക് വളരെ ഈസി ആയിട്ട് വൈബ്രേഷൻ കൊടുക്കാവുന്ന വളരെ ഹാൻഡി ആയിട്ടുള്ള പോർട്ടബിൾ ആയിട്ടുള്ള ഒരു എക്യുപ്മെന്റ് ആണ് ഇന്റേണൽ വൈബ്രേറ്റർ. നമുക്ക് സ്ലാബുകൾക്കൊക്കെ നമുക്ക് യൂസ് ചെയ്യാം ഇന്റേണൽ വൈബ്രേറ്റർ. ഏത് ടൈപ്പ് സ്ട്രക്ചേഴ്സിനും ഇന്റേണൽ വൈബ്രേറ്റർ നമുക്ക് യൂസ് ചെയ്യാം. നീഡിൽ വൈബ്രേറ്റർ എന്നും നമ്മളിതിനെ പറയാറുണ്ട്. ഓക്കെ, നീഡിൽ വൈബ്രേറ്റർ എന്നും നമ്മളിതിനെ പറയാറുണ്ട്. അടുത്തതാണ് എക്സ്റ്റേണൽ വൈബ്രേറ്റർ. അപ്പൊ നിങ്ങൾക്കത് പറയാം, എക്സ്റ്റേണൽ വൈബ്രേറ്റർ എന്താന്നുള്ളത് നിങ്ങൾക്ക് ആലോചിച്ച് തന്നെ അറിയായിരിക്കും. അതായത് പുറത്തുനിന്നാണ് നമ്മൾ വൈബ്രേഷൻ കൊടുക്കുന്നത്. ഓക്കെ, എക്സ്റ്റേണൽ വൈബ്രേറ്റർ ഫോം വർക്ക് വൈബ്രേറ്റർ എന്നൊക്കെ പറയും. അപ്പൊ നമ്മൾ പുറത്തുനിന്നാണ് ഇതിനകത്ത് എന്ത് കൊടുക്കുന്നത്, വൈബ്രേഷൻ കൊടുക്കുന്നത്. സാധാരണ കോളംസിന് അതുപോലെ തന്നെ പ്രീകാസ്റ്റ് സ്ട്രക്ചേഴ്സിനൊക്കെയാണ് നമ്മൾ ഈ ഒരു എക്സ്റ്റേണൽ വൈബ്രേറ്റർ യൂസ് ചെയ്യുന്നത്. കോളം ഒക്കെ ആവുമ്പോൾ നമുക്ക് അതിന് ഇന്റേണൽ വൈബ്രേറ്റർ യൂസ് ചെയ്തിട്ട് ഒരിക്കലും കോമ്പാക്ഷൻ കൊടുക്കാൻ പറ്റില്ല, കാരണം അത്രയും ഡെപ്തിൽ നമുക്ക് പോകാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഈ പുറത്തുനിന്നാണ് അതിന് വൈബ്രേഷൻ സാധാരണ കൊടുക്കുക. അടുത്തതാണ് ടേബിൾ വൈബ്രേറ്റർ. ഈ ടേബിൾ വൈബ്രേറ്റർ നമ്മൾ സാധാരണ കോൺക്രീറ്റ് ക്യൂബ്സിന്, നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ക്യൂബ്സിന് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് ടേബിൾ വൈബ്രേറ്റർ യൂസ് ചെയ്യുന്നത്. ഒരു ടേബിൾ ലൈക്ക് സ്ട്രക്ചർ ആണ്. ഓക്കെ, നമ്മളതിങ്ങനെ വൈബ്രേഷൻ കൊടുക്കുമ്പോഴാണ് അത് കോൺക്രീറ്റ് സെറ്റിൽ ആവുന്നത്. അപ്പൊ ഇതിന് സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്നത് ക്യൂബ്സിനൊക്കെയാണ്. അടുത്ത് പ്ലാറ്റ്ഫോം വൈബ്രേറ്റർ. പ്ലാറ്റ്ഫോം വൈബ്രേറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എക്സ്റ്റേണൽ വൈബ്രേറ്ററിന്റെ അതേപോലെ തന്നെയുള്ളൊരു സ്ട്രക്ചറാണ്, കുറച്ചും കൂടി വലിപ്പം ഉണ്ടെന്നേ ഉള്ളൂ. ഓക്കെ, പ്രീ ഫാബ്രിക്കേറ്റഡ് കോൺക്രീറ്റ് എലിമെന്റ്സിലാണ് നമ്മൾ സാധാരണ പ്ലാറ്റ്ഫോം വൈബ്രേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ പ്രീ ഫാബ്രിക്കേറ്റഡ് റൂഫ് സ്ലാബ്, അതുപോലെ തന്നെ സ്ലീപ്പേഴ്സ്, നിങ്ങൾ റെയിൽവേയിൽ സ്ലീപ്പേഴ്സ് ഒക്കെ കണ്ടിട്ടില്ലേ? അപ്പോൾ സ്ലീപ്പേഴ്സിനൊക്കെയാണ് സാധാരണ നമ്മൾ പ്ലാറ്റ്ഫോം വൈബ്രേറ്റർ യൂസ് ചെയ്യാറ്. ഓക്കെ, സർഫസ് വൈബ്രേറ്റർ എന്താണ്? സർഫസ് വൈബ്രേറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ റൂഫ് സ്ലാബിനും റോഡ്സ് അങ്ങനെയുള്ള സ്ട്രക്ചേഴ്സിനൊക്കെ വൈബ്രേഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് സർഫസ് വൈബ്രേറ്റർ. ഓക്കെ, നെക്സ്റ്റ് വൺ ക്യൂറിംഗ് ഓഫ് കോൺക്രീറ്റ്. അപ്പൊ നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും, കോൺക്രീറ്റിംഗ് കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസം തൊട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിന് വാട്ടർ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കും അല്ലെ. ഓരോ ടൈപ്പ് സ്ട്രക്ചേഴ്സിനനുസരിച്ചിട്ട് ടൈപ്പ് ഓഫ് ക്യൂറിംഗ് വ്യത്യാസമുണ്ട്. പക്ഷെ എന്തായാലും നമ്മൾ വെള്ളം നനച്ചു കൊടുക്കും. അതെന്തിനു വേണ്ടിയിട്ട് ആക്ച്വലി ചെയ്യുന്നത്, നമ്മുടെ കോൺക്രീറ്റിനകത്ത് വാട്ടർ, അതായത് നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ അതിനകത്ത് എന്ത് ആഡ് ചെയ്തിട്ടുണ്ട്, വാട്ടർ ആഡ് ചെയ്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ട് നമ്മൾ ആ വാട്ടർ ആഡ് ചെയ്തിട്ടുള്ളത്, ഹൈഡ്രേഷൻ നടക്കാൻ വേണ്ടിയിട്ട് അല്ലെ. ഹൈഡ്രേഷൻ നടന്നിട്ട് കെമിക്കൽ കോമ്പൗണ്ട്സ് ഫോം ചെയ്താൽ മാത്രമേ നമുക്ക് അതിന്റെ ഡിസൈഡ് ആയിട്ടുള്ള സ്ട്രെങ്ത് കിട്ടുള്ളൂ അല്ലെ. C4AF, പിന്നെ C3S, അങ്ങനെയുള്ള C2S പോലുള്ള കോമ്പൗണ്ട്സ് ഒക്കെ ഉണ്ടാകണം. ഓക്കെ, അപ്പോൾ അങ്ങനെ
നമ്മൾ കോമ്പൗണ്ട്സ് C2S എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാസ്റ്റിലേക്ക് ഉണ്ടാകുന്ന കോമ്പൗണ്ട്സ് ആണ്. ഇനീഷ്യലി ഫോം ചെയ്യുന്നതാണ് C3C4AF ഒക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള കോമ്പൗണ്ട്സ് ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ഹൈഡ്രേഷൻ നടക്കണം. ഹൈഡ്രേഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ അവിടെ വാട്ടർ വേണം. വാട്ടർ ഉണ്ടെങ്കിൽ മാത്രമേ ഹൈഡ്രേഷൻ നടക്കുള്ളൂ. അപ്പോൾ നമ്മൾ ഈ കോൺക്രീറ്റിൽ ആഡ് ചെയ്തിട്ടുള്ള വാട്ടർ പെട്ടെന്ന് തന്നെ ഇവാപ്പറേഷൻ സംഭവിച്ച് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആക്ച്വലി എന്ത് ചെയ്യുന്നത്, ക്യൂറിങ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ക്യൂറിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഈ കോൺക്രീറ്റിന്റെ മാനുഫാക്ചറിനകത്ത്. ദ പ്രോസസ് ഓഫ് പ്രിവെന്റിങ് ദ ലോസ് ഓഫ് മോയ്സ്ചർ ഫ്രം ദ കോൺക്രീറ്റ് വൈൽ മെയിൻറ്റെയിനിങ് എ സാറ്റിസ്ഫാക്ടറി ടെമ്പറേച്ചർ. ഓക്കെ, നമ്മൾ ഒരു സാറ്റിസ്ഫാക്ടറി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ അതിനകത്തുള്ള വാട്ടർ ഒന്നും എക്സ്പെൽ ഔട്ട് ചെയ്ത് പോവാതിരിക്കാൻ വേണ്ടി, ഇവാപ്പറേറ്റ് ചെയ്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്യൂറിങ് ചെയ്യുന്നത്. കോൺക്രീറ്റ് ഗെയിൻ സ്ട്രെങ്ത് ബൈ ഹൈഡ്രേഷൻ. നമ്മൾ പറഞ്ഞല്ലോ, ഹൈഡ്രേഷൻ സംഭവിച്ചാൽ മാത്രമേ നമുക്ക് ഈ കോൺക്രീറ്റിന് ഡിസൈഡ് ആയിട്ടുള്ള സ്ട്രെങ്ത് കിട്ടുള്ളൂ. Okay, then to avoid loss of moisture, curing is required. Prevent concrete from cracking. അതായത് ക്രാക്കിംഗ് എന്ന് എങ്ങനെയാണ് പ്രിവെൻഷൻ നമുക്ക് കിട്ടുന്നത്? അപ്പൊ നമ്മളൊരു കോൺക്രീറ്റ് ഉണ്ടാക്കി കഴിഞ്ഞ് അത് ഉടനെ തന്നെ വളരെയധികം ടെമ്പറേച്ചർ എഫക്റ്റ് ഉണ്ടായെന്ന് വിചാരിക്കുക. അതായത് ഒരുപാട് സൺലൈറ്റ് കിട്ടുന്ന ഒരു സ്ഥലമാണെങ്കിൽ ഇവിടെ പെട്ടെന്ന് തന്നെ വാട്ടറൊക്കെ എവാപ്പറേറ്റ് ചെയ്ത് പോകും. നല്ല സണ്ണി ആയിട്ടുള്ള റീജിയൻസിലൊക്കെ പെട്ടെന്ന് തന്നെ വാട്ടർ ഇവാപ്പറേറ്റ് ചെയ്ത് പോകും. അപ്പൊ പെട്ടെന്ന് ഉണ്ടാകുന്ന, ഇപ്പൊ നമുക്കറിയാം കോൺക്രീറ്റ് നമ്മൾ വാട്ടറൊക്കെ മിക്സ് ചെയ്ത് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാലുള്ള വോളിയം ആവില്ല, അത് ചുരുങ്ങിയിട്ടുണ്ടെങ്കിൽ അല്ലെ. അതിന് ഹാർഡൻഡ് സ്റ്റേറ്റിലുള്ള വോളിയം എന്ന് പറയുന്നതും വെറ്റ് സ്റ്റേറ്റിലുള്ള വോളിയം എന്ന് പറയുന്നതും വളരെ ഡിഫറെന്റ് ആണ്. അപ്പം ഈ പെട്ടെന്ന് തന്നെ അത് സൺലൈറ്റിന് എക്സ്പോസ്ഡ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ എന്ത് സംഭവിക്കും, അതിൽ വാട്ടർ എക്സ്പെൽ ഔട്ട് ചെയ്തിട്ട് സഡൻ ഷ്രിങ്കേജ് അതിന് സംഭവിക്കും. അത് പെട്ടെന്ന് അത് ചുരുങ്ങും അല്ലെ. പിന്നെയും ടെമ്പറേച്ചർ അതിനെ എക്സ്പോസ്ഡ് ടു സൺലൈറ്റ് ആണിച്ചാൽ പിന്നെയും എന്ത് സംഭവിക്കും, അത് വീണ്ടും ഒരു എക്സ്പാൻഡ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവും. ഓക്കെ, ഹാർഡൻഡ് കോൺക്രീറ്റ് നമ്മുടെ വെയിൽ തട്ടിക്കഴിഞ്ഞാൽ വീണ്ടും അതിന് എക്സ്പാൻഷൻ സംഭവിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. അപ്പൊ ഇങ്ങനെ എക്സ്പാൻഷൻ ഷ്രിങ്കേജ് സംഭവിച്ച് എന്ത് സംഭവിക്കും, പെട്ടെന്ന് ക്രാക്സ് ഒക്കെ ഡെവലപ്ഡ് ആവും. ഓക്കെ, അപ്പോൾ അതൊക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു സെർട്ടൈൻ ഡ്യൂറേഷനകത്ത് ക്യൂറിങ് കൊടുക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. എന്തൊക്കെയാണ് നമ്മൾ ക്യൂറിങ് കൊടുക്കുന്നത് കൊണ്ടുള്ള അഡ്വാൻറ്റേജസ് എന്നുള്ളതാണ് അടുത്ത് നോക്കുന്നത്. ഗെയിൻ ഓഫ് സ്ട്രെങ്ത് ഇൻ കോൺക്രീറ്റ്, ദെൻ ഇംപ്രൂവ്ഡ് ഡ്യൂറബിലിറ്റി ഓഫ് കോൺക്രീറ്റ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമ്മുടെ കോൺക്രീറ്റിന്റെ ഡ്യൂറബിലിറ്റി ഇംപ്രൂവ് ചെയ്യാനും നമുക്ക് ഈ ക്യൂറിങ് നമ്മളെ സഹായിക്കുന്നുണ്ട് അല്ലെ. പ്രോപ്പർ വേയിൽ നമ്മൾ ക്യൂർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡ്യൂറബിലിറ്റി നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. ഇംപ്രൂവ്ഡ് സർവീസബിലിറ്റി, ദെൻ ഇംപ്രൂവ്മെന്റ് ഇൻ മൈക്രോ സ്ട്രക്ചർ ഓഫ് കോൺക്രീറ്റ്. അതായത് നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ഹൈഡ്രേഷൻ ഒക്കെ സംഭവിച്ച് നമുക്ക് ആ ഒരു മൈക്രോ സ്ട്രക്ചർ കൃത്യമായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ക്യൂറിങ് ചെയ്യാം. അടുത്തതാണ് മെത്തേഡ്സ് ഓഫ് ക്യൂറിങ്. ഫസ്റ്റ് വൺ, പോണ്ടിങ്. പോണ്ടിങ് നിങ്ങൾ സാധാരണ കണ്ടിട്ടുണ്ടായിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ ഈ നമ്മുടെ റൂഫ് സ്ലാബിലൊക്കെ പോണ്ടിങ് ആണ് ചെയ്യാറ്. ക്യൂറിങ്ങിന്റെ മെത്തേഡ് എന്ന് പറയുന്നത് പോണ്ടിങ് ആണ് അല്ലെ. നമ്മളൊരു മണ്ണോ അല്ലെങ്കിൽ എന്തെങ്കിലും ചിലപ്പോ നമ്മൾ അവിടെ ബാക്കിയുള്ള സിമെന്റ് പേസ്റ്റ് അത് യൂസ് ചെയ്തിട്ട് തന്നെ പോണ്ടുകൾ ക്രിയേറ്റ് ചെയ്യും അല്ലെ. ഇങ്ങനെ ഒരു തടം കെട്ടിയിട്ട് അവിടെ വെള്ളം നിർത്തിയിടും. അതിനാണ് പോണ്ടിങ് എന്ന് പറയുന്നത്. ഓക്കെ, സാധാരണ റൂഫ് സ്ലാബ്സിനും അങ്ങനെ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള സ്ട്രക്ചേഴ്സിനൊക്കെയാണ് നമ്മൾ പോണ്ടിങ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, സ്പ്രിംഗ്ലിംഗ്. സ്പ്രിംഗ്ലിംഗ് നമ്മൾ വാട്ടർ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ്. അത് വെർട്ടിക്കൽ മെമ്പേഴ്സിനൊക്കെ നമുക്ക് സ്പ്രിംഗ്ലിംഗ് ഒക്കെ അഡോപ്റ്റ് ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ സാധാരണ പ്രീകാസ്റ്റ് സ്ലാബ്സിനും ഒക്കെ ബീംസിനും ഒക്കെ നമുക്ക് സ്പ്രിംഗ്ലിംഗ് ചെയ്യാം. ദെൻ വെറ്റ് കവറിങ്. വെറ്റ് കവറിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ചാക്കൊക്കെ നനച്ചില്ലേ, ജൂട്ട് പോലെയുള്ള മെറ്റീരിയൽസ് ഒക്കെ, അതായത് വെള്ളം നിൽക്കുന്ന തരത്തിലുള്ള മെറ്റീരിയൽസ്, സാധാരണ കോട്ടന്റെ ക്ലോത്ത്സും ഒക്കെ നമുക്ക് ഇങ്ങനെ നനച്ചിടാൻ പറ്റും ഈ കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സിന്റെ മുകളിൽ കൂടെ. സാധാരണ നമ്മൾ റൂഫ് സ്ലാബിലൊക്കെയാണ് വെറ്റ് കവറിങ് ചെയ്യാറ്. അടുത്തത് മെംബ്രെയിൻ കവറിങ് ഓർ പ്ലാസ്റ്റിക് ഷീറ്റ്. മെംബ്രെയിൻ കവറിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വാട്ടർ ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രമേ അവിടെ ക്യൂറിങ് പ്രോപ്പറായിട്ട് നടക്കുള്ളൂ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോൺക്രീറ്റിലുള്ള വാട്ടർ എക്സ്പെൽ ഔട്ട് ചെയ്ത് പോകരുതെന്നേ ഉള്ളൂ. കാരണം നമ്മൾ കോൺക്രീറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ആഡ് ചെയ്യുന്ന വാട്ടർ തന്നെ നമ്മുടെ ഹൈഡ്രേഷൻ പ്രോസസ്സ് പ്രോപ്പറായിട്ട് നടക്കാൻ ധാരാളമാണ്. പക്ഷെ ഇത് ടെമ്പറേച്ചർ എഫക്ട് ചെയ്യുമ്പോൾ എന്തായാലും നമ്മുടെ ഇവാപ്പറേറ്റ് ചെയ്ത് പോകും എന്നുള്ളത് ഉറപ്പാണ്.
അപ്പോൾ അത് കാരണമാണ് നമ്മൾ എക്സ്ട്രാ വാട്ടർ പോണ്ടിങ്ങും അതുപോലെ ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ പക്ഷേ വാട്ടർ ഭയങ്കര സ്കേഴ്സ് ആയിട്ടുള്ള ഏരിയാസ് ഉണ്ടായിരിക്കും, വാട്ടർ നമുക്ക് ഒട്ടും കിട്ടാത്ത സ്ഥലങ്ങളുണ്ടായിരിക്കും. അവിടെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ വാട്ടർ ഇവാപറേറ്റ് ചെയ്ത് പോവാതിരിക്കാൻ വേണ്ടി ഒരു പ്ലാസ്റ്റിക് ഷീറ്റോ അങ്ങനെ ഒരു മെംബ്രെയിൻ അവിടെ ക്രിയേറ്റ് ചെയ്യാണ്. ഓക്കെ, എന്നിട്ട് നമ്മൾ ആ പ്ലാസ്റ്റിക് ഷീറ്റ് വെച്ച് മൂടി വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, അവിടെ നമുക്ക് ക്യൂറിങ് കൃത്യമായിട്ട് നടന്നോളും. അതിനടുത്തത് സ്റ്റീം ക്യൂറിങ്. സ്റ്റീം ക്യൂറിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മാസ് കോൺക്രീറ്റ് വർക്കിനൊക്കെ നമ്മൾ സ്റ്റീം ക്യൂറിങ് ആണ് യൂസ് ചെയ്യുന്നത്. മാസ് കോൺക്രീറ്റ് അല്ല, മറ്റേ പ്രീ ഫാബ്രിക്കേറ്റഡ് സ്ട്രക്ചേഴ്സിനൊക്കെ സ്റ്റീം ക്യൂറിങ് നമുക്ക് പെട്ടെന്ന് ക്യൂറിങ് പീരീഡ് അറ്റൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് സ്റ്റീം ക്യൂറിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, പ്രീ ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സിനൊക്കെ നമ്മൾ സ്റ്റീം ക്യൂറിങ് ആണ് സാധാരണ അഡോപ്റ്റ് ചെയ്യുന്നത്. ദെൻ വാട്ടർ ബേസ്ഡ്. വാട്ടർ ബേസ്ഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ വാട്ടർ യൂസ് ചെയ്തിട്ട് ക്യൂർ ചെയ്യുന്ന പ്രോസസ്സാണ്.